ടെർബോ ചാർജ്ഡ് എൻജിൻസ് വേഴ്സസ് നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിൻസ്. നമുക്കിത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കിയാലോ. നമ്മുടെ വണ്ടിയുടെ എഞ്ചിനിലേക്ക് കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ടെർബോ, നമുക്കറിയാവുന്ന പോലെ. എങ്ങനെയാണ് അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പണ്ട് ടെർബോയുടെ ഇൻവെൻഷന് മുന്നേ എഞ്ചിനിലേക്ക് കൂടുതൽ എയറും ഫ്യൂവലും ഒരുമിച്ച് തന്നാലാണ് കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് എഞ്ചിന്റെ സൈസ് കൂട്ടുക, സിലിണ്ടറുകളുടെ എണ്ണം കൂട്ടുക എന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ടെർബോ വന്നതിന് ശേഷം ചെറിയ എഞ്ചിനുകളിലും കൂടുതൽ എയർ എത്തിക്കാം, ഫ്യൂവൽ എത്തിക്കാൻ പിന്നെ വലിയ പാടില്ല. ഇപ്പൊ മാനുഫാക്ചേഴ്സ് എല്ലാം എഞ്ചിൻ ഡൗൺ സൈസിങ് ആണ്. 1 ലിറ്റർ എഞ്ചിനിൽ വലിയ വണ്ടികളൊക്കെ ഇപ്പോൾ ഓടുന്നുണ്ട്. 1 ലിറ്റർ ടെർബോ, ഒരു 1000 cc കപ്പാസിറ്റി എഞ്ചിനിൽ ടെർബോ ഘടിപ്പിച്ച് സുഖമായിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ടെർബോ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം എക്സോസ്റ്റ് ഗ്യാസിന്റെ സഹായത്തിലാണ് വൺ സൈഡ് ഓഫ് ടെർബോ കറങ്ങുന്നതും അതിന്റെ ഹെൽപ്പോട് തന്നെയാണ് കൂടുതൽ സക്ഷനും നടക്കുന്നത്. ഇപ്പോൾ ചിലർ പറയും നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിന് ടെർബോയുടേതായ ലാഗ് ഇല്ല, എപ്പോൾ ചവിട്ടിയാലും പവർ ആണ് എന്നൊക്കെ. ശരിയാണ്, നാച്ചുറലി ആസ്പിറേറ്റഡിന് ലാഗ് ഇല്ല. പവർ വരുന്നത് വലിയ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ഹുറാക്കാനും അവന്റഡോർ SVJ ഒക്കെ പോലത്തെ V12ഉം V10സിനൊക്കെ അത്രയും ഡിസ്പ്ലേസ്മെന്റ് സിലിണ്ടർ ഉള്ളതുകൊണ്ട് എപ്പോൾ ചവിട്ടിയാലും പവർ ഉണ്ട്. ശരിയാണ്. പക്ഷെ അത്യാവശ്യം വെയിറ്റ് ഉള്ള പുതിയ വണ്ടികളിൽ ടെർബോ ഇല്ലാത്ത വേരിയൻസ് ഓടിക്കുമ്പോൾ മനസ്സിലാവും എത്രമാത്രം ടൈം എടുക്കും അതിന്റെ ഒരു പൊട്ടൻഷ്യലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ലോകത്തിലെ ഏറ്റവും സ്വീറ്റ് സൗണ്ടിങ് ആയ വണ്ടികളെല്ലാം നാച്ചുറലി ആസ്പിറേറ്റഡ് വണ്ടികളാണ്. കാരണം ടെർബോ എഞ്ചിനിൽ നിന്നുള്ള സൗണ്ടിനെ ഒരു പരിധിവരെ കുറച്ച് മഫ്ൾ ചെയ്യും. ഇപ്പോൾ നിരത്തിൽ ഇറങ്ങുന്ന വണ്ടികളിൽ ടെർബോ ചാർജ് വണ്ടികളിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻസ് ഒക്കെ ആയിരിക്കും. ഫോക്സ്വാഗന്റെ വണ്ടികളിൽ TSI ഇതുണ്ടാവും, ഹുണ്ടായിക്ക് N-ലൈൻ, കിയയ്ക്ക് GT ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പണ്ട് ഡീസൽ വണ്ടികൾ ഉണ്ടായിരുന്ന സമയത്ത് ഏത് വണ്ടിയും ടെർബോ ഉള്ളതായിരുന്നു. കുറച്ച് കാലങ്ങളായിട്ട് എല്ലാ ഡീസൽ എഞ്ചിൻസിലും ടെർബോ എക്യുപ്ഡ് ആയിരുന്നു. പെട്രോളിന്റെ കേസിൽ പക്ഷെ അങ്ങനെയല്ല. പവറൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ടെർബോ ഉള്ള വണ്ടികൾ തന്നെ എടുക്കുക. കാരണം ചെറിയ ഡിസ്പ്ലേസ്മെന്റ് എൻജിൻസിൽ ടെർബോ ഇല്ലെങ്കിൽ കുറച്ച് സ്ലഗ്ഗിഷ് ആണ്. കാരണം വണ്ടികൾക്ക് അത്യാവശ്യം വെയിറ്റുമായി ഇപ്പോൾ.